ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും മുട്ടക്കറി അതുപോലെ മുട്ട റോസ്റ്റൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് പുഴുങ്ങിയിട്ടുള്ള തൊലി കളഞ്ഞ കോഴിമുട്ട എടുത്തിട്ടുണ്ട്. എത്ര വേണമെങ്കിലും എടുക്കുക. അതുപോലെ കുറച്ച് സവാള വലിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം അതുപോലെ തന്നെ തക്കാളി അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് കുറച്ച് വലിയ പീസാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുക. ഇതിൽ ക്യാരറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് വലിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്താൽ മതി. ഇതുപോലൊരു സ്ക്യൂർ വെച്ചിട്ട് നമുക്ക് കോഴിമുട്ട ഒന്ന് കുത്തിയെടുക്കാം. അപ്പോൾ സ്ക്യൂർ വേണം നിർബന്ധമൊന്നുമില്ല. എന്തെങ്കിലും ഒരു കമ്പായാലും മതി. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓലയുടെ ഈർക്കിലുണ്ടല്ലോ അതെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈർക്കിലെടുക്കുന്ന സമയത്ത് നിങ്ങൾ 2 3 ഒരുമിച്ചിട്ട് എടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ മുറിഞ്ഞു പോവും. ഇനി നമ്മൾ മുട്ട ആദ്യം കോർത്തിട്ട് നമ്മൾ ഓരോ പീസായിട്ട് വെജിറ്റബിൾസ് അതിൻ്റെ മുകളിലായിട്ടൊന്ന് കോർത്ത് വെക്കുക. അപ്പോൾ ഓർഡറിനനുസരിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. എത്ര വെജിറ്റബിൾസിൻ്റെ പീസ് വേണമെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് കോർത്തെടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. വീണ്ടും നമുക്ക് ആ കോലിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് എത്ര കോഴിമുട്ടയ്ക്കുള്ള സ്പേസ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുട്ട വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും വെജിറ്റബിൾസ് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ട തൊലി കളഞ്ഞ സമയത്ത് കൈ തട്ടിയിട്ടാണ് ഒരു പീസ് പോയിട്ടുണ്ട്. അപ്പം മുട്ടയുടെ മഞ്ഞ ഓയിൽ ഡയറക്റ്റ് തട്ടണമെന്നുണ്ടെങ്കിൽ പൊട്ടി തെറിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു കമ്പായാലും മതി, നല്ല വൃത്തിയാക്കിയിട്ട് കഴുകിയെടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഓലയുടെ ഈർക്കിലെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് എല്ലാത്തിലും നമുക്കിതുപോലെ തന്നെ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഇനി നമുക്കിതൊരു കത്തി വെച്ചിട്ട് ഈ മുട്ട ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ ഉൾഭാഗത്തേക്കൊക്കെ മസാല ആകാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് വരഞ്ഞാൽ മതി. ഒരുപാട് അങ്ങോട്ട് മുറിച്ചെടുക്കരുത് കേട്ടോ. മുറിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ട ഗ്രില്ല് ചെയ്ത് എടുക്കുന്ന സമയത്ത് അത് മുറിഞ്ഞു പോവും. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്തൂരി മസാലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മസാലയൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു മസാലയുടെ റെസിപ്പി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക. ചെറുനാരങ്ങ നീര് ഇല്ലെങ്കിൽ വിനാഗിരി ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ഈ മുട്ടയുടെ ഈ വെജിറ്റബിൾസിൻ്റെ മുകളിലായിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്തൂരി മസാല ആകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ മസാലയുടെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം മതി. നമ്മളിത് ഫ്രൈ ചെയ്യല്ല, ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് വേവിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേവിച്ചു കൊടുക്കാം. ഒരുപാട് സമയം വേവിക്കരുത് കേട്ടോ. മസാല ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഒരുപാട് സമയം വേവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുട്ട നല്ല ഹാർഡായി പോകും. അപ്പോൾ സോഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയം ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. മസാല കരിയും ചെയ്യരുത് കേട്ടോ. ഒന്ന് ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിതുപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വെന്ത് പോവരുത്, വെന്ത് കുഴയരുത്. അപ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് കുക്കായതിനു ശേഷം തീ ഓഫ് ചെയ്യുക. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് തന്തൂരി കബാബാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇത് ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഉള്ളി തക്കാളി വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി ചതക്കി അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.